ഒരു ഗംഭീര ഹിറ്റ് തന്നിട്ട് ചെറുക്കൻ പിന്നെ കറങ്ങാൻ പോയിരിക്കുകയാണ്. തന്റെ ഇഷ്ടങ്ങളായ യാത്രകളിലേക്ക് പോയി കഴിഞ്ഞു. എന്നാൽ ഇനി ഒരു അടുത്ത സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് കുറച്ചുനാൾ കാത്തിരിക്കേണ്ടി വരും. വർഷത്തിൽ ഒരു സിനിമ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഒരു സിനിമ എന്ന രീതിയിലാണ് പ്രണവിന്റെ സിനിമാ കരിയർ തന്നെ പോകുന്നത്. എന്നാൽ പ്രണവ് കൂടി എത്തുന്ന ഒരു ചിത്രം കൂടി നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അത് വേറെയൊന്നുമല്ല, മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന ബറോസ് എന്ന സിനിമ. ഇതിൽ പ്രണവിന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം പ്രണവ് മോഹൻലാലിനൊപ്പം ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. മക്കളുടെ സജഷൻസുകളൊക്കെ മോഹൻലാൽ എടുത്തിരുന്നു എന്ന് നേരത്തെ തന്നെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ ചർച്ചകൾ നടക്കുമ്പോൾ. കൂടാതെ ബറോസ് എന്ന സിനിമയുടെ സെറ്റിലും പ്രണവ് മോഹൻലാൽ ഉണ്ടായിരുന്നു എന്നത് കാണാമായിരുന്നു. നേരത്തെയും പ്രണവ് മോഹൻലാൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പ്രണവ് മോഹൻലാൽ ബറോസിലും എത്തിയിരുന്നു. സിനിമാ തിരക്കുകളിൽ പെടാതെ സെലിബ്രിറ്റി ലൈഫിൽ നിന്നും മാറി ഏറെ ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ. പ്രണവ് സ്പെയിനിലെ ഫാമിൽ കുതിരയെയോ ആടിനെയോ നോക്കുകയായിരിക്കും എന്ന് സുചിത്ര മോഹൻലാൽ പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. പിന്നെ അതുപോലെ ചർച്ചയായത് മറ്റൊരു വലിയ സംഭവമായിരുന്നു. അച്ഛൻ മോഹൻലാലിനെ കാണാനെത്തിയ പ്രണവിനെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു വെച്ചതിനെ കുറിച്ച് പറഞ്ഞ ഒരു സംഭവം. എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തിൽ കൂടുതൽ വിശദീകരണങ്ങളുമായി എത്തിയിരിക്കുന്നത് സംവിധായകൻ ആലപ്പി അഷ്റഫാണ്. ബറോസിന്റെ ഷൂട്ടിനിടെയാണ് ഈ സംഭവം. സ്പെയിനിൽ ബറോസിന്റെ ചിത്രീകരണം നടക്കുന്ന സ്ഥലത്ത് അച്ഛൻ മോഹൻലാലിനെ കാണാൻ പ്രണവ് ഊബറിൽ വന്നിറങ്ങുന്നു. പതിവ് പോലെ വളരെ ലളിതമായ വേഷത്തിലായിരുന്നു പ്രണവ്. ഇത് കണ്ട സെക്യൂരിറ്റിക്കാരൻ പ്രണവിനെ തടഞ്ഞു. ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ആരെയും കടത്തിവിടരുതെന്ന് മോഹൻലാലിന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഈ കാരണത്താലാണ് സെക്യൂരിറ്റി പ്രണവിനെ തടഞ്ഞത്. പ്രണവ് ആരാണെന്നും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ആരെ കാണാൻ വന്നതാണെന്ന സെക്യൂരിറ്റിയുടെ ചോദ്യത്തിന് അച്ഛനെ കാണാനാണ് വന്നതെന്നായിരുന്നു പ്രണവിന്റെ മറുപടി. എന്നാൽ യാതൊരു കാരണവശാലും അകത്ത് കയറാൻ സാധിക്കില്ലെന്ന് സെക്യൂരിറ്റി അദ്ദേഹത്തെ അറിയിച്ചു. തിരിച്ചൊന്നും പറയാതെ പ്രണവ് അവിടെ തന്നെ ചിരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചു. ആരെയും കാണാൻ സാധിക്കില്ല, തിരിച്ചു പോയിക്കോളൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞിട്ടും പ്രണവ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കുറെ അധികം സമയം ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ സംശയം തോന്നിയ സെക്യൂരിറ്റി ഗേറ്റിന് പുറത്ത് അച്ഛനെ കാണണമെന്ന് പറഞ്ഞൊരു പയ്യൻ വന്നു നിൽപ്പുണ്ടെന്ന് ഷൂട്ടിംഗ് സംഘത്തെ അറിയിച്ചു. ഇവിടുത്തെ ആരുടെയെങ്കിലും മകനാണോ എന്നൊന്ന് വന്നു നോക്കാനും പറഞ്ഞു. ഇത് കേട്ട് അന്ന് ഷൂട്ടിംഗ് സംഘത്തിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറും സംവിധായകനുമായ അനീഷ് ഉപാസന വന്നു നോക്കുമ്പോഴാണ് അത് പ്രണവാണെന്ന് മനസ്സിലായത്. പ്രണവ് ആരാണെന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഞെട്ടിപ്പോയി എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. ഈ ഒരു സംഭവം വലിയ രീതിയിൽ വൈറലായ ഒരു കാര്യമായിരുന്നു. അതേക്കുറിച്ച് തന്നെയാണ് കൂടുതൽ വിശദാംശങ്ങളും പറഞ്ഞുകൊണ്ട് ആലപ്പി അഷ്റഫ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും യാത്രയിലേക്ക് തിരിച്ച പ്രണവ് മോഹൻലാൽ നമ്മൾ അവസാനം അറിഞ്ഞത് അദ്ദേഹം സ്പെയിനിലാണ് എന്നതാണ്. അപ്പു സ്പെയിനിലാണ് ഇപ്പോൾ. അവിടെ ഏതോ ഫാമിലോ മറ്റോ ആണ്, എനിക്ക് കൃത്യമായി അറിയില്ല. ജോലിക്ക് പോയതാണ്. എന്നാൽ അവിടെ പണം കിട്ടില്ല, താമസവും ഭക്ഷണവും മാത്രമേ ലഭിക്കൂ. ചിലപ്പോൾ കുതിരകളെയോ ആട്ടിൻകുട്ടികളെയോ നോക്കുന്നതായിരിക്കും ജോലി. അതൊരു അനുഭവമാണ്. അമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ചിലപ്പോൾ അവൻ വിശേഷങ്ങൾ പങ്കുവെക്കും. അപ്പോൾ ഞങ്ങൾ പറയും ഇന്നിളകിയെന്ന്. അങ്ങനെ വിശേഷങ്ങൾ പറയുന്ന സമയത്ത് പ്രണവിന് ആരും കാണാത്ത ഒരു മോഡ് ആണെന്നും സുചിത്ര പറയുന്നുണ്ട്. അപ്പുവിന് വാശികളില്ല. എന്നാൽ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്ന് ഞാൻ പറഞ്ഞാലും അവന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുകയുള്ളൂ. സിനിമയുടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും അതങ്ങനെയാണ്. എനിക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചുമ്മാ പോയിരുന്ന് കേൾക്കും. പക്ഷേ തീരുമാനം അപ്പുവിൻ്റെതാണ്. അവൻ 2 വർഷത്തിൽ ഒരു പടമൊക്കെയാണ് ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 2 എണ്ണമെങ്കിലും ചെയ്യാനാണ് ഞാൻ പറയാറ്. അപ്പോൾ വേറെ കുറെ കാര്യങ്ങളുണ്ടെന്ന് അവൻ എന്നോട് പറയും. ചിലപ്പോഴൊക്കെ അവൻ അങ്ങനെ പറയുന്നത് എനിക്ക് ശരിയായി തോന്നില്ല. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ അവൻ പറഞ്ഞത് ശരിയാണ് എന്ന് എനിക്ക് തോന്നും. അവൻ എല്ലാം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അത്. ചപ്പാത്തിയും ബീഫ് ഫ്രൈയുമാണ് അപ്പുവിന്റെ ഇഷ്ടഭക്ഷണം. മായയ്ക്ക് എരിശ്ശേരി തൊട്ട് എല്ലാം ഇഷ്ടമാണ്. മായയും ഞാനും കൂടുതലും വഴക്കാണ്. ഇണക്കമുണ്ടെങ്കിലും പിണക്കമുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഞങ്ങളുടെ കാര്യം. ഇന്ത്യയിലോ ചെന്നൈയിലോ നിന്നും പുറത്തു പോകുമ്പോൾ ഞങ്ങൾ വലിയ സ്നേഹമാണ്. വീട്ടിൽ തിരിച്ചെത്തിയാൽ വഴക്ക് കൂടും. അച്ഛനും മക്കളും തമ്മിൽ അവരുടേതായ രീതിയിൽ വലിയ അടുപ്പമുണ്ട്. അവർക്ക് അവരുടേതായ നിമിഷങ്ങളുണ്ട്. സുചിത്ര പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എന്തായാലും അവസാനം തന്റെ യാത്രകൾ കഴിഞ്ഞ് പ്രണവ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം തന്നെ തിരിച്ചെത്തിയ വിവരങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ചെന്നൈയിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ പ്രണവിന്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇനിയിപ്പോൾ പ്രണവ് മോഹൻലാൽ തന്റെ അടുത്ത ചിത്രത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് അതിന് പിന്നിലായി വന്നതും. രാഹുൽ സദാശിവൻ ഒരുക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ഹൊറർ ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്നു എന്നതായിരുന്നു വാർത്തകൾ. ജനുവരിയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. 40 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കാവുന്ന ചിത്രം എന്ന രീതിയിലാണ് ഇതിനെ ഇപ്പോൾ കൺസീവ് ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും തന്റെ യാത്രകൾക്ക് ശേഷം അടുത്ത വർഷം ഒരു പ്രണവ് മോഹൻലാൽ ചിത്രം എന്തായാലും ഉണ്ടാകും.